ഇന്നെന്താ പരിപാടിന്നാ? ഇന്നതേ അയലത്തെ വീട്ടിൽ വന്നേക്കുവാണ്. ഈ മരം ഒരു വെട്ടിക്കളഞ്ഞാ ഫുള്ളായിട്ട്. അപ്പം ഞാൻ ഇനി അത് ബാക്കി വെട്ടിക്കളയല്ലേ, ഈ മരം ഭയങ്കര ഗുണമുള്ള മരമാ എന്ന് പറഞ്ഞത് ഇത് വീണ്ടും ഇല വരുന്നത് കാത്തിരിക്കുമായിരുന്നു ഒരു 4-5 മാസമായിട്ട്. ഈ മരം ഇതാണ് നൊച്ചി എന്ന് പറയും ഞങ്ങളുടെ അവിടെ, കരിനൊച്ചി. ഇതിൻ്റെ ഇല നമ്മൾ ലേഹ്യം ഉണ്ടാക്കും, ഒരു ഹൽവ പോലെ ഉണ്ടാക്കിയെടുക്കും. ഇത് നടുവേദനയ്ക്കൊക്കെ ഭയങ്കര ഗുണമുള്ളതാണെന്നാണ് പറയുന്നത്. ഞങ്ങളുടെ അവിടെ ഞാൻ കൊല്ലം ജില്ലയിൽ നിന്നാണ്. അപ്പം ഞങ്ങളുടെ നാട്ടിൽ ഇത് ഭയങ്കരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. പ്രസവിച്ചെടുക്കുന്ന പെണ്ണുങ്ങൾക്കും പിന്നെ ഈ നടുവേദന ഉള്ളവർക്കും ഒക്കെ ഇത് വെച്ച് ലേഹ്യം ഉണ്ടാക്കി കൊടുക്കും. ഞാൻ ഇത് കഴിച്ചിട്ട് ഒരുപാട് നാളായി. അപ്പം ഞാൻ ഓർത്തു എങ്കിൽ ഇതൊന്നും ഉണ്ടാക്കി കഴിക്കാവുന്ന. കൂടി തുറ പകട ഇത് ഇതുണ്ടാ, ഇതിൻ്റെ ഈ അടിയുണ്ട, ഇതിൻ്റെ ഈ താഴ്ഭാഗം മൊത്തം ഒരു വയലറ്റ് കളറാണ്. കണ്ടാ, ഇത് പൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഓരോ നെട്ടിലും പൂ വന്നിട്ടുണ്ട്. കണ്ട, ഇതുപോലെ എല്ലാത്തിലും വന്നിട്ടുണ്ട് പൂവ്. അപ്പം ഞാൻ ഓർത്ത് ഇന്നതിൻ്റെ കുറച്ച് ഇല നമുക്ക് പറിച്ചെടുക്കാം, ഇന്നതിൻ്റെ ലേഹ്യം ഉണ്ടാക്കാം. ഇത് ഇത്ര ഇല എടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഇത് ഞാൻ തനിച്ചത് ചെയ്തിട്ടില്ല. ഞാൻ കൊല്ലത്ത് പോയി നിൽക്കുന്ന സമയത്ത് അപ്പുറത്തെ വീട്ടിലെ അമ്മയാണ് എനിക്കിത് ഉണ്ടാക്കി തന്നിട്ടുള്ളത്. ഇന്ന് ഞാൻ ആദ്യമായിട്ട് ഇത് ഒറ്റയ്ക്ക് പരീക്ഷിക്കാൻ പോവാം. ആരെങ്കിലും ഉണ്ടാക്കി തന്നാൽ തിന്നുമ്പോഴാ സുഖം, പണിയെടുക്കണ്ടല്ലോ. ഇതിപ്പോൾ തന്നെ പണിയൊക്കെ എടുത്ത് ചെയ്ത് നോക്കാം നമുക്ക്. അപ്പം ഇല പറിച്ചു. ഇന്ന് നമുക്ക് വീട്ടിലേക്ക് പോകാം, പാചകം ചെയ്യാം. അപ്പോൾ നമുക്കേ നൊച്ചിയില ലേഹ്യം വയ്ക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങാം. അതിന് ഞാൻ ഒരു മുറി തേങ്ങ ചുരണ്ടി വെച്ചിട്ടുണ്ടേ. അത് നമുക്ക് തേങ്ങാപ്പാലാക്കി എടുക്കാം. ആദ്യം 1-ാം പാലും 2-ാം പാലും എടുത്ത് വെച്ചിട്ടുണ്ടേ. ഇനി നമുക്ക് അടുത്ത വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇത് കരിപ്പെട്ടിയാണേ. ഇതിപ്പോൾ ഞാൻ 1/2 കിലോ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഉരുക്കാൻ വയ്ക്കാം. ഉരുക്കാനായിട്ട് ഇതൊരു പാത്രത്തിലേക്ക് വെച്ചിട്ട് ലേശം വെള്ളം, ഒരുപാട് വെള്ളം ഇട്ട് കൊടുക്കരുത്, ഇത്ര വെള്ളം മതി. എന്നിട്ട് നമുക്ക് തീ കത്തിച്ച് കൊടുക്കാം. ഈ നൊച്ചിയില ഞാൻ നന്നായിട്ട് കഴുകിയിട്ടുണ്ടേ. പക്ഷേ എങ്കിലും ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ അഴുക്ക പൊടിയൊക്കെ ഉണ്ടെന്ന് അറിയത്തില്ല. ഇത് പെട്ടെന്ന് വെള്ളം പിടിക്കത്തില്ല. കുറേ വട്ടം വെള്ളം ഒഴിക്കുമ്പോഴേ ഒന്നും നനയത്തുള്ളൂ. എൻ്റെ തുമ്പ് കണ്ടാ നല്ല വയലറ്റ് നിറമാണ്. കണ്ടാ, ഇതിനൊരു വല്ലാത്ത മണമാണ്. എൻ്റെ മണം ആർക്കും അങ്ങനെ പെട്ടെന്ന് ഇഷ്ടപ്പെടത്തില്ല, ഒരു കുത്തുന്ന മണമാണ്. അപ്പം ഇത് നമുക്കിനി ഇതെങ്ങനെ വൃത്തിയാക്കണമെന്ന് കാണിച്ചു തരാം. ഓരോ ഇലയും ഇങ്ങനെ എടുത്തിട്ട് ഈ തണ്ട് വേണ്ട, ഇവിടം വരെ നമുക്ക് ഇങ്ങനെ എടുക്കാം. വേണ്ട, ഇവിടം വരെ ഇങ്ങനെ എടുക്കാം. പിന്നെ ഈ ഇളം തണ്ടൊന്നും കളയണ്ട. ഇളം തണ്ട് നമുക്ക് ഇവിടം വരെ ഇങ്ങനെ അങ്ങ് എടുക്കാം. ഇത് ഇത്ര, ബാക്കി ഇങ്ങനെ അങ്ങ് കളയാം. വേണ്ട, ഒത്തിരി മൂത്ത ഇല എടുക്കണ്ട. ഇതിപ്പോൾ ഞാനൊരു ആവറേജ് മൂത്ത ഇല വരെ എടുത്തിട്ടുള്ളൂ. ഭയങ്കരമായിട്ട് മൂത്ത ഇല ഞാൻ എടുത്തിട്ടില്ല. ഇനി നമുക്കിത് ഫുള്ള് ഇല ഇതാക്കി എടുക്കാം. നമ്മുടെ കരിപ്പെട്ടി ഉരുകി റെഡി ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇല എല്ലാ തണ്ടിയിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വീണ്ടും നല്ലോണം കഴുകാം. അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലോ നല്ല രീതിയിലത് ഒന്ന് വൃത്തിയായിട്ട് കഴുകാം. ഈ ഇല ഞാനിങ്ങനെ ഒന്ന് ചുരുട്ടി കൈ പിടിച്ചിട്ട് ഒന്ന് ഇങ്ങനെ കുറച്ചൊന്ന് മുറിച്ചിട്ടിട്ട് ഒരു കാര്യം ചെയ്യാം. ഇതിലേക്ക് മുറിച്ചിടുന്ന ഇച്ചിരി ബുദ്ധിമുട്ടുള്ള പണിയാണ്. നമുക്ക് ഇതിലേക്ക് തന്നെ മുറിച്ചിടാം, അല്ലെങ്കിൽ താഴേക്കൊക്കെ വീഴും. പെട്ടെന്ന് അരഞ്ഞു വരാൻ വേണ്ടിയാണ്.
എന്നിട്ട് ഇത് നമുക്ക് 2 ട്രിപ്പായിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഇത്ര അടുത്ത ട്രിപ്പ് ഇടാം. ആദ്യത്തെ ട്രിപ്പ് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്, അത് നമുക്ക് അരച്ചെടുക്കാം. ഇത് നമുക്ക് അരച്ചെടുക്കാം. രണ്ടാമത്തെ ട്രിപ്പ് അരച്ചു കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാൻ ഈ പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ട് തീ കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ നൊച്ചില എന്ന് പറയുന്നത് ഭയങ്കര കയ്പുള്ള ഒരു സാധനമാണ്. ഒന്ന് നൈസായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ട് തിളച്ച് ഒന്ന് കുറുകണേ. ഇതൊന്ന് നന്നായിട്ട് തിളക്കട്ടെ. തേങ്ങാപ്പാൽ ഇടുമ്പോഴേ അതിൽ ശരിക്കും കുറച്ച് അരിപ്പൊടി മിക്സ് ചെയ്ത് വേണം ഇടാൻ. ഞാനത് മറന്നുപോയി പെട്ടെന്ന്. അതുകൊണ്ട് ഇത് ചൂടാവുന്നതിന് മുമ്പ് ഒരു 2 സ്പൂൺ അരിപ്പൊടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. ഇത്ര അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അത് പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അത് കട്ടയായി പോകും. അരിപ്പൊടി ചേർക്കാൻ ഞാൻ മറന്നുപോയതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ തീ ഓഫ് ചെയ്തിട്ട് അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച്. ശരിക്കും അരിപ്പൊടി ഇടുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ ആ തേങ്ങാപ്പാലിൽ നമ്മൾ ആവശ്യത്തിന് അരിപ്പൊടി മിക്സ് ചെയ്തിട്ട് വേണം ഇതിലേക്ക് ഒഴിക്കാൻ, അല്ലെങ്കിൽ അരിപ്പൊടി പെട്ടെന്ന് കട്ടയായി പോകും. പിന്നെ ഇത് ചൂടായിട്ടില്ലാഞ്ഞത് കാരണം രക്ഷപ്പെട്ട്, അല്ലെ ഇപ്പോൾ കട്ട പിടിച്ച് കിടന്നേനെ. എന്തായാലും ഭാഗ്യത്തിന് അത് കട്ട പിടിച്ചില്ല. ചെറുതായിട്ട് 1-2 തരി തേ കിടപ്പുണ്ട്. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് തേങ്ങാപ്പാലിൽ അരിപ്പൊടി മിക്സ് ചെയ്തിട്ട് ഇടുക. ഇതിന് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ടേ അതിലേക്ക് നമുക്ക് കരിപ്പെട്ടി ഉരുക്കിയത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇങ്ങനെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അടിയിൽ പിടിക്കരുതേ. കുറച്ചൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്കിതിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം കരിപ്പെട്ടി ഉരുകാതെ കിടന്നില്ലേ, അത് ഞാൻ ഒന്നുകൂടെ ചൂടാക്കി ഉരുക്കിയിട്ടുണ്ട്. അതുകൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിങ്ങനെ അടിക്ക് പിടിക്കാതെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണേ. ഇടയ്ക്കിടയ്ക്കൊന്ന് തീ കൂട്ടി വയ്ക്കും. തള വീണ് കഴിയുമ്പോഴത്തേക്ക് വീണ്ടും തീ കുറച്ച് കൊടുക്കും. ഇടയ്ക്ക് മാത്രം ഒന്ന് തീ കൂട്ടി കൊടുത്ത് പിന്നെ തീ കുറച്ച് അങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇതിങ്ങനെ അടിക്ക് പിടിക്കാതെ ഇളക്കി കൊടുക്കണം. നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ. ഇത് തിളച്ച് പറ്റണം. ഇതേ 1 സ്പൂൺ ചെറിയ ജീരകം വറുത്തതും ഒരു 4 ഏലക്ക പൊടിച്ചതും കൂടെ ആണേ. ഇതിനകത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് നല്ല നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇത് ഒന്ന് നന്നായിട്ട് തിളച്ച് കുറുകി തുടങ്ങിയിട്ടുണ്ടേ. അപ്പോൾ നമുക്ക് 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. നമുക്കിത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇത് ഒന്ന് തീ കൂട്ടി വയ്ക്കാം. ഒന്നുകൂടെ തിളച്ച് പറ്റട്ടെ. ഇതിലേക്ക് കുറച്ചുകൂടെ നല്ല നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ടേ. ഇവിടെ നൊച്ചിലയെന്നൊന്നും പറഞ്ഞാൽ ആർക്കും അറിയത്ത് പോലും ഇല്ല. ഞാൻ ഈ ഇല പറിക്കാൻ വേണ്ടി പോയപ്പോഴേ ഞങ്ങളുടെ അടുത്ത വീട്ടിലെ ചേച്ചി ഇത് എവിടെ പോകണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇത്ര നൊച്ചില പറിക്കാൻ പോവാന്ന് പറഞ്ഞ്. അപ്പോൾ അതെന്താ സാധനമെന്ന് ചോദിച്ചു. ഇവിടെ ഉള്ളവർക്കൊന്നും നൊച്ചില എന്താണെന്ന് അറിയത്തില്ല. ഞങ്ങൾ കൊല്ലം ജില്ലക്കാർക്ക് ഇതൊരു ഭയങ്കര മരുന്നാണ്. ഞങ്ങളുടെ അവിടെ എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും നടുവേദന വരുമ്പോഴോ ഈ പെൺകുട്ടികൾ ആദ്യമായിട്ട് പീരീഡ്സ് ആവുന്ന സമയത്തോ പ്രസവിച്ച് കിടക്കുന്ന സമയത്തോ എല്ലാം ഈ നൊച്ചില കൊണ്ട് ലേഹ്യം ഉണ്ടാക്കി തരും.
ഞാനങ്ങനെ ഒരുപാട് കേട്ടോ എൻ്റെ ജീവിതത്തിലെ എല്ലാ ഇതിലും ഞാൻ ഈ നൊച്ചിലയുടെ ലേഹ്യം ഞാൻ കഴിച്ചിട്ടുണ്ട്. ഒരു ചെറിയ കയ്പും ഒരു പ്രത്യേക ടേസ്റ്റാണ് അത്. കൊല്ലം ജില്ലക്കാർക്കാണിത് ഭയങ്കരമായിട്ട് ഒരു മരുന്നായിട്ട് ഉപയോഗിച്ചിരുന്നു. പക്ഷെ അത് നല്ല ഗുണമാണിത്, കഴിച്ചവർക്കറിയാം നടുവേദനയ്ക്കിത് കഴിച്ചാൽ എത്ര ഗുണമുണ്ടാകുമെന്ന്. ഇപ്പോഴാണെങ്കിൽ ചെറിയ പിള്ളേർക്ക് വരെ ഭയങ്കര നടുവേദനയാണ്. ഞാനാണെങ്കിൽ ഈ ആമവാദത്തിൻ്റെ ബുദ്ധിമുട്ടുള്ള വ്യക്തിയാണ്. അതുകൊണ്ടാണെന്ന് അറിയത്തില്ല, എൻ്റെ മോനും ഇതേപോലെ മോന് 20 വയസ്സായിട്ടേ ഉള്ളൂ. മോന് ഇപ്പോഴേ നടുവേദനയെന്ന് എപ്പോഴും പറയുന്ന കേൾക്കാം. അപ്പം ഞാൻ ഓർത്ത് ഒരു ദിവസം ഇത് വെച്ച് കൊടുക്കാം. അങ്ങനെ അവന് വേണ്ടിയാണ് ഞാൻ മെയിനായിട്ടും ഇതിപ്പോൾ ഉണ്ടാക്കുന്നത്. കൂട്ടത്തിൽ ഇതിനെപ്പറ്റി അറിയാത്ത ആൾക്കാർക്ക് ഇതൊന്ന് അറിയാനും പരിചയപ്പെടുത്താനും പറ്റുകയും ചെയ്യും. ഈ മരം നിങ്ങൾ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇല ഉപയോഗപ്പെടുത്തുക. നമ്മുടെ ലേഹ്യം നന്നായിട്ട് കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ കൂട്ടിയും കുറച്ചും ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇതൊന്നും അങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കി കഴിയത്തുമില്ല. എനിക്കാണെങ്കിൽ കൈ വയ്യാത്തതുകൊണ്ടേ കുറേ നേരം ഇങ്ങനെ ഇളക്കുമ്പോൾ കൈ കഴിക്കുക. നമ്മുടെ ലേഹ്യം ഏതാണ്ട് പാകമായി തുടങ്ങിയിട്ടുണ്ട്. കുറച്ചുകൂടെ ഒന്ന് വെള്ളം പറ്റണം. നമ്മുടെ ലേഹ്യം തിളച്ച് സെറ്റായിട്ടുണ്ട്. അപ്പം നമ്മുടെ ലേഹ്യം കുറുകി ആ പാത്രത്തിൽ നിന്ന് വിട്ട് വന്നിട്ടുണ്ട്. ഉണ്ടോ, ഇങ്ങനെ പാത്രത്തിൽ നിന്ന് ഇത് ഇങ്ങനെ വിട്ട് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടോ, ഈ പരുവാകുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. ഇളക്കുമ്പോൾ ഇത് ഇതിൽ നിന്ന് നീങ്ങി വരുന്നുണ്ട്, വിട്ട് വരുന്നുണ്ട്. അപ്പം നമ്മുടെ ലേഹ്യം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പം നമ്മുടെ ലേഹ്യം ആയിട്ടുണ്ട്. വേണ്ട, നല്ല കട്ടിയായി ഉണ്ടോ, നല്ല കട്ടിയായിട്ട് ഇതിന് വെട്ടുണ്ട്. ഇനി ഇത് വെച്ചിരുന്നാൽ ഇത് കരിഞ്ഞ് പിടിക്കും. പരുവായി നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തേ നമുക്കിതെല്ലാം ഒന്ന് അടിച്ച് കൂട്ടി ഒന്ന് തണുക്കണം. ഇനിയിരുന്നു നടുവേദന ഉള്ളവർ രാവിലെയും രാത്രിയും കഴിച്ചാൽ നല്ലതത്. അങ്ങനെ ഞങ്ങൾ കഴിച്ചിരുന്നത് അങ്ങനെയാണ്, രാവിലെയും രാത്രിയും നല്ല ഹലുവ പോലെ ആവും. നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കണം കേട്ടോ. ഈ സാധനം നൊച്ചില കിട്ടുന്ന ആൾക്കാർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വേദനയോ നടുവേദനയോ പ്രസവിച്ച് കിടക്കുന്ന ആൾക്കാരൊക്കെ നൊച്ചില നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഇത് ചെയ്ത് നോക്കണം. ഒത്തിരി ഗുണമുള്ള സാധനമാണ്, പരീക്ഷിച്ച് നോക്കണം. ഇതുപോലുള്ള മരുന്നുകളൊക്കെ അറിയാത്തവരിലേക്ക് കൂടെ എത്തിച്ചു കൊടുക്കുക. ഇത് കഴിച്ചുകൊണ്ട് ആർക്കും ഒരു ദോഷമൊന്നും ഉണ്ടാവത്തില്ല. ഇതിനകത്ത് ചേർക്കാൻ പാടില്ലാത്ത ഒരു സാധനവും ചേർത്തിട്ടൊന്നുമില്ല. ഉപകാരപ്പെടുന്നവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.